KSRTCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ യാത്രക്കാരായിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യവും വാഹനത്തിൽ കയറുന്ന യാത്രക്കാരനും കണ്ടക്ടറുമായി വാക്ക് തർക്കം ഉണ്ടാകുവാൻ സാധ്യതയുള്ള മിക്കവാറും സമയങ്ങളിൽ തർക്കിക്കുന്ന ഒരു കാര്യമാണ് ലഗേജിനെ സംബന്ധിച്ച്. ലഗേജിനെ സംബന്ധിച്ചുള്ള KSRTCയുടെ നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കാരണം പലർക്കും എന്ത് തരം സാധനങ്ങളാണ് നമുക്ക് ലഗേജ് ഇനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുക, എന്ത് തരം സാധനങ്ങളാണ്, എത്ര രൂപയാണ് ലഗേജിൻ്റെ തുക അടയ്ക്കേണ്ടി വരിക, ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ലാതെ വരുന്ന പക്ഷം സംശയങ്ങളുണ്ടാകുകയും തർക്കങ്ങൾ ഉയരുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. നിലവിൽ ഈ കൊറിയർ സർവീസ് KSRTC തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ, നമ്മൾ യാത്രക്കാരനായി യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകാവുന്ന സാധനങ്ങളും അളവുകളുമാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു 30ഓളം ഇനങ്ങൾ പറയുകയാണ്. അപ്പോൾ യാത്രാ ബസ്സിൽ കയറ്റാൻ പാടില്ലാത്ത സാധനങ്ങൾ അതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത് മദ്യം, ചാരായം, മദ്യം പഴയ കാലത്ത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 2 മയക്കുമരുന്ന്, 3 പെട്രോൾ തുറന്ന അവസ്ഥയിൽ, ഡീസൽ തുറന്ന അവസ്ഥയിൽ, ഗ്യാസ് തുറന്ന അവസ്ഥയിൽ, മണ്ണെണ്ണ തുറന്ന അവസ്ഥയിൽ, മിഥിലേറ്റ് സ്പിരിറ്റ്, ടർപ്പൻറ്റൈൻ, എല്ലാ തരത്തിലുമുള്ള ആസിഡുകൾ, ചാർക്കോൾ അതായത് കരിക്കട്ട, സൾഫർ അടയ്ക്കാത്ത അവസ്ഥയിൽ, വെടിമരുന്ന്, വെടിയുണ്ട, പോലീസ് മിലിറ്ററി ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലൊഴികെ, ഡൈനാമിറ്റ് പാറയും മറ്റും പൊട്ടിക്കാനുള്ളത്, മൃഗത്തിൻ്റെ തോല്, തുകൽ ഉറക്കിട്ട തോല്, എല്ല്, അസ്ഥി, ഉണക്കിയ ഇലകൾ, മൃഗങ്ങളുടെ കൊമ്പ്, പക്ഷിത്തൂവൽ, മത്സ്യം, ചെമ്മീൻ, പ്രത്യേക സൗകര്യമുള്ള വാഹനങ്ങളിൽ അത് കൊണ്ടുപോകാം, ഇത് പറ്റത്തില്ല. ഇറച്ചികൾ, മൃദുശരീരം, ജഡം, സിനിമാ ഫിലിം പായ്ക്ക് ചെയ്യാത്ത അവസ്ഥയിൽ, പണ്ടൊക്കെ ഈ ഫിലിം പെട്ടികളിലായിരുന്നുകൊണ്ടാണ് അത്, പഞ്ഞിക്കെട്ടുകൾ പായ്ക്ക് ചെയ്യാത്ത അവസ്ഥയിൽ പായ്ക്ക് ചെയ്ത് കൊണ്ടുപോകാം, കമ്പിളി സാധനങ്ങൾ പായ്ക്ക് ചെയ്യാത്ത അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ചെയ്ത അവസ്ഥയിൽ കൊണ്ടുപോകാം. എല്ലാ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളും വസ്തുക്കളും, വെണ്ണ, തൈര് എന്നിവ മൺകലത്തിൽ കൊണ്ടുപോകാൻ പാടില്ല. അഴുകിയ പാക്ക്, ഇനി യാത്രക്കാർക്ക് പൊതുവായി അസൗകര്യവും അസഹനീയവും അപകടവും ഉണ്ടാക്കുന്ന വസ്തുക്കൾ, ചപ്പുചവറുകൾ, ചില്ലറ നാണയങ്ങൾ ചാക്കിൽ കെട്ടിയത്, കൂടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം, ചപ്പ് ചവറുകൾ, പഴന്തുണിക്കെട്ട്, ജൈവ അവശിഷ്ടങ്ങൾ, ബാർബർ ഷോപ്പിൽ നിന്ന് ശേഖരിച്ച് ചാക്കിൽ കെട്ടിയ മുടി തുടങ്ങിയവ ബസ്സിൽ കയറ്റരുത്. ബസ്സിൽ കയറ്റാൻ സർക്കാർ നിരോധിച്ച മറ്റ് സാധനങ്ങളും കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ചന്ദനത്തടി, ചന്ദന തൈലം കയറ്റരുത്. കാപ്പിക്കുരു, ചൂരൽ എന്നിവ ഒരു സൊസൈറ്റിയുടെ കീഴിൽ നിന്ന് മറ്റൊരിടത്ത് കൊണ്ടുപോകുന്നതിന് വനംവകുപ്പിൻ്റെ പാസ് വേണം. ഡ്രൈവർക്കും യാത്രക്കാർക്കും അസൗകര്യമുണ്ടാക്കുന്ന തരത്തിൽ ബസ്സിനുള്ളിൽ സാധനങ്ങൾ കയറ്റുവാൻ പാടുള്ളതല്ല. അത്തരം സാധനങ്ങൾ ലഗേജ് ബോക്സിൽ കയറ്റേണ്ടതാണ്. പുതിയ ബസ്സുകളിൽ ലഗേജ് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയുടെ താക്കോൽ ഡ്രൈവറുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ ഉടമസ്ഥർ കൂടെ ഇല്ലാതെ ഒരു തരം ലഗേജും കൊണ്ടുപോകാൻ പാടുള്ളതല്ല. അത് നമ്മുടെ ഈ KSRTCയുടെ പാഴ്സൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. നമ്മുടെ KSRTCയിൽ നമ്മൾ ലഗേജ് അല്ലാതെ കൊണ്ടുപോകുമ്പോഴുള്ള കാര്യമാണ്. ഉടമസ്ഥരില്ലാത്ത ലഗേജ് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നീട് വളർത്തുമൃഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട്. പട്ടി, പൂച്ച, കുരങ്ങ്, മുയൽ, ചെറുതരം വളർത്തുപക്ഷികൾ മുതലായവ. അതിപ്പോൾ കുരങ്ങൊക്കെ പണ്ട് കാലഘട്ടത്തിൽ വളർത്തുവാൻ അനുമതി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അതിൻ്റെ ബന്ധപ്പെട്ടാണ് അതിൽ ഈ ഓർഡറിൽ അത് തന്നെയാണ് ഈ ഇതിൽ പറയുന്നത്, മാനുവലിൽ. ഉടമസ്ഥരെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. പട്ടി, പൂച്ച തുടങ്ങിയവ യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കാത്ത വിധം ബന്ധിച്ചിരിക്കണം. പൂച്ച, മുയൽ, ചെറുതരം പക്ഷികൾ എന്നിവ കൂടിനകത്തായിരിക്കണം. പാമ്പ്, മറ്റ് വിഷമുള്ള ഇഴജന്തുക്കൾ പാസഞ്ചർ വാഹനത്തിൽ കയറ്റാൻ പറ്റത്തില്ല. ഏതൊരു ജീവിയെയും, ഒരു ജീവിയാണെങ്കിൽ ഒരു ജന്തുവിനെയും വാഹനത്തിൽ കയറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഡ്യൂട്ടി കണ്ടക്ടർക്കാണ്. അങ്ങനെ ന്യൂസ് പേപ്പറുകൾ, വീക്കിലി, ഡിപ്പാർട്ട്മെൻറ്റ് എഴുത്തുപെട്ടികൾ, പോസ്റ്റ് ബാഗുകൾ ഒഴിച്ചുള്ള ലഗേജുകൾ യാത്രക്കാരുടെ അഭാവത്തിൽ അനുവദിക്കപ്പെടുന്നതല്ല. സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം യാത്രക്കാരുടെ ലഗേജുകൾ കൊണ്ടുപോകാവുന്നതാണ്. ഇനി ഫ്രീ അലവൻസ്, അതായത് നമുക്ക് യാത്രക്കാരൻ്റെ കയ്യിൽ കൊണ്ടുപോകാവുന്ന വാഹനങ്ങൾ, പ്രധാനമായിട്ട് തർക്കം വരുന്നൊരു വിഷയം ഇത് സംബന്ധിച്ചാണ്. ഒരു യാത്രക്കാരന് 15 കിലോ വരെ ലഗേജ് ഓർഡിനറി, എക്സ്പ്രസ്, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും 5 കിലോ സിറ്റി സർവീസിലും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. ചിലപ്പോൾ ഈ നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടക്ടർ നമ്മളൊരു ഈ കെട്ട ആരുടെയാണെന്ന് ചോദിച്ചിട്ട് എടുത്ത് വന്ന് പൊക്കി നോക്കുന്ന ഭാഗമുണ്ട്. അവിടെ ഇതാണ്. ഇനി അര ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്ക്, ഇപ്പോൾ ഹാഫ് ടിക്കറ്റുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ 8 കിലോ ലഗേജ് ബസ്സുകളിൽ അനുവദിക്കും. അന്തർക്കുള്ള പാസ്, കൺസെഷൻ ടിക്കറ്റ് എന്നിവയ്ക്കുള്ള ഫ്രീ അലവൻസ് ഈ പാഴ്സൽ കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കുന്നതല്ല. കോർപ്പറേഷൻ ജീവനക്കാർക്ക് വാലിഡ് പാസ് ഉള്ളവർക്ക് 10 കിലോഗ്രാം ഈ ലഗേജ് അനുവദനീയമാണ്. ഈ ലഗേജിൻ്റെ നിരക്കാണ്. ഈ നിരക്ക് സംബന്ധിച്ചും തർക്കം ഉണ്ടാകാറുണ്ട്.
ഫ്രീ അലവൻസിൽ കൂടുതൽ വരുന്ന 60 കിലോഗ്രാമിന് മുഴുവൻ യാത്രാക്കൂലിയും 30 കിലോയ്ക്ക് പകുതി യാത്രാക്കൂലിയും സിറ്റി സർവീസിൽ ഫ്രീ അലവൻസിന് മുകളിലുള്ള ഈ ഓരോ 5 കിലോയ്ക്കും മിനിമം ഫെയർ വീതവും ഈടാക്കേണ്ടതാണ്. സിറ്റി സർവീസിൽ ഫ്രീ അലവൻസ് 5 കിലോയും മറ്റ് സർവീസുകളിൽ 15 കിലോ വീതവുമാണ്. ലഗേജുകളുടെ മിനിമം ചാർജ് അതാത് സർവീസിൻ്റെ മിനിമം ചാർജ് ആയിരിക്കും. കോർപ്പറേഷൻ ഗുണകരമാവുന്ന വിധത്തിൽ തൂക്കമോ അളവോ മുഖേന ചാർജ് ഈടാക്കാം. 7500 ക്യൂബിക് സെൻറ്റിമീറ്റർ 1 കിലോഗ്രാം. എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ഓർഡിനറി സർവീസുകളിൽ പരമാവധി 100 കിലോഗ്രാമും സിറ്റി സർവീസിൽ 30 കിലോഗ്രാമും ഒരാൾക്ക് കൊണ്ടുപോകാം. ഗരുഡ വോൾവോ ബസ്സുകളിൽ പാസഞ്ചർ ചാർജിൻ്റെ പകുതി മാത്രമാണ് ലഗേജ് ചാർജ്. ഇത്രയുമാണ് ലഗേജ് സംബന്ധിച്ചുള്ള KSRTC ബസ്സിന് ലഗേജ് സംബന്ധിച്ചുള്ള മാനുവലിൽ ജീവനക്കാർക്കുള്ള നിർദ്ദേശവുമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ലഗേജിനെ സംബന്ധിച്ച് വിവിധയിടങ്ങളിൽ തർക്കം നടക്കുകയും ലഗേജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിരവധി ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനിടയായിട്ടുള്ള സാഹചര്യം. നന്ദി. Thank you.